ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾക്കൊന്ന് ഒത്തിരി പ്ലാൻസുകൾ വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ട്യൂസ്ഡേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗോണിയ സ്പെഷ്യൽ. അതെല്ലാം നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ. പെട്ടെന്ന് തന്നെ ആ ദിവസം തന്നെ സ്റ്റോക്ക് കഴിഞ്ഞു. അത് പിറ്റേ ദിവസങ്ങളിലൊക്കെ ആയിട്ട് അതിന്റെ പാക്കിങ്ങും എല്ലാവർക്കും അയച്ച് എല്ലാവരുടെയും കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സന്തോഷമായിട്ട് ഒത്തിരി സന്തോഷം. നമുക്ക് പുതിയ പ്ലാൻസുകൾ ഇൻഡോറിലേക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാൻസുകളാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ നമ്മുടെ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞു പോകാം. നമ്മളുടെ ഒരു നഴ്സറിനെ കുറിച്ച്. നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കൂടുതലും ഡീൽ ചെയ്യുന്നത്. നമുക്ക് ഓൺലൈൻ സെയിൽ മാത്രമാണ് ഉള്ളത് കേട്ടോ. എറണാകുളം ജില്ലയിലെ കാലടി അടുത്തുള്ള കാഞ്ഞൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഓൺലൈനാണ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓഫ്ലൈൻ ഇല്ല. നമുക്കിവിടെ നഴ്സറിയിൽ അങ്ങനത്തെ ഉള്ളൊരു സെറ്റപ്പ് അല്ല. പ്ലാന്റ്സുകൾ വരുന്നു, നമ്മൾ സെയിൽ ചെയ്യുന്നു, വീഡിയോയിൽ കൂടെ തന്നെ സെയിൽ ചെയ്ത് പോകുന്നു കേട്ടോ. പിന്നെ ഇൻഡോറിലേക്കുള്ള കൂടുതൽ പ്ലാന്റ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ഡോർ പ്ലാന്റ്സുകളൊക്കെ ആകുമ്പോൾ കൂടുതലും മണ്ണിലാണല്ലോ. അപ്പം നമ്മൾ കൂടുതലും കൊക്കോ പീറ്റിലും കൊക്കോ ചിപ്സിലൊക്കെ വരുന്ന പ്ലാന്റുകളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതാണ് നമുക്ക് എളുപ്പം, നമുക്ക് പിടിച്ചു കിട്ടാനും എളുപ്പം, നിങ്ങൾക്ക് അയച്ചു തരാനും ഒക്കെ എളുപ്പം. അപ്പം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് പ്ലാന്റ്സുകൾ എത്തും. പിന്നെ നമ്മൾ പ്രൊഫഷണൽ DTDC പോസ്റ്റൽ വഴിയായിട്ടാണ് പ്ലാന്റ്സുകൾ അയക്കുക. അത് നമ്മൾ തിങ്കൾ തുടങ്ങി വ്യാഴം വരെയുള്ള ദിവസങ്ങളിലാണ് അയക്കുന്നത്. ഈ ആഴ്ചത്തെ പ്ലാന്റ്സുകൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചത് മിക്കതും തന്നെ നമ്മൾ ഈ ആഴ്ച തന്നെ അയച്ചു പോകും. പിന്നെ എന്തെങ്കിലും ഒരു ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് തരുമോ കേട്ടോ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറാണ് നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. എന്തെങ്കിലും സംശയങ്ങളോ നടന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഇൻസൈഡ് കേരള വിതിൻ 2 days പ്ലാൻസുകൾ എല്ലായിടത്തും തന്നെ കിട്ടുന്നുണ്ട്. എന്തെങ്കിലും ഡിലേ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ മെസ്സേജ് തരാൻ ശ്രമിക്കുക കേട്ടോ. നമുക്കൊന്ന് എവിടെയാണെന്ന് വെച്ച് ട്രാക്ക് ചെയ്തൊക്കെ കണ്ടുപിടിച്ച് തരാനായിട്ട് എവിടെയെങ്കിലും ബ്ലോക്ക് ആയിട്ടൊക്കെ കിടക്കുവാണെങ്കിൽ അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. പിന്നെ നമ്മൾ കൊക്കോ പീറ്റിലാണ് പ്ലാന്റ്സുകൾ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ചട്ടി മാറ്റിയിട്ട്, ചട്ടി ഇത്രയും വലിയ ചട്ടികളൊക്കെ ആയിരിക്കുമല്ലോ, അപ്പം ചട്ടി ഒന്ന് മാറ്റിയിട്ട് അങ്ങനെ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും വരിക. പോട്ടുകൾ ഉണ്ടായിരിക്കില്ല. ഇനി പോട്ടുകളായിട്ട് വിടുന്ന പ്ലാന്റ്സുകളാണെങ്കിൽ ഞാൻ അതെടുത്ത് പറയൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ വളർത്താൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനൊക്കെ ശ്രമിക്കുക കേട്ടോ. നമ്മൾ പ്ലാന്റ്സുകൾ എങ്ങനെ വന്നു ആ രീതിയിൽ തന്നെയാണ് അയക്കുക. അതിൽ നിന്നൊന്നും എടുത്ത് മാറ്റുമോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാൻസുകൾ തന്നെ ആയിരിക്കും കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇൻട്രൊഡക്ഷൻ കുറച്ചായത് തോന്നുന്നു അല്ലേ. വീഡിയോയിലേക്ക് പോകാം. കാറ്റലോഗ് ഉണ്ട്. നമ്മുടെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. കാറ്റലോഗിൽ നിന്ന് കാർട്ട് ആഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. സ്ക്രീൻഷോട്ട് മാക്സിമം ഒഴിവാക്കുക. കാരണം ഒരേപോലത്തെ പ്ലാൻസുകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് സ്ക്രീൻഷോട്ട് ചിലപ്പോൾ നമുക്ക് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാറ്റലോഗിൽ നിന്ന് കാർട്ട് ആഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ അത് പറ്റണില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ട് തന്നാലും മതി കേട്ടോ. ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അഡ്രസ്സ് ഇടാൻ ശ്രമിക്കുക. ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് അയക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് പ്ലാൻസുകൾ കാണാം. ആദ്യത്തെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഹവോത്തിയ വെറൈറ്റിയാണ്. ഹവോത്തിയ ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സുകളാണ്. ഒരു പോട്ടിൽ എത്ര എണ്ണം ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം ഇതല്ലേ, പലതും പല പല ടൈപ്പുകളായിരിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സുകൾ വരുന്നത്. ഇത് നമ്മൾ പോട്ട് സൈഡായിരിക്കും കേട്ടോ അയക്കുക. ഇത് ചെറിയ പ്ലാന്റ്സുകളാണല്ലോ, നമുക്ക് പോട്ട് പാക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. പോട്ട് സൈഡാണ് അയക്കുക. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നട്ടുപിടിപ്പിക്കാം കേട്ടോ. കൊക്കോ പീറ്റിൽ വേണമെങ്കിൽ നട്ടുപിടിപ്പിക്കാം, മണ്ണിൽ വേണമെങ്കിൽ നട്ടുപിടിപ്പിക്കാം. മണ്ണിലൊക്കെ ആകുമ്പോൾ നല്ല രസമായിട്ട് തന്നെ പിടിച്ചു വരുന്നുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് ചില പ്ലാന്റ്സുകൾ നമുക്ക് വരുമ്പോഴത്തേക്കും വേരൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുള്ള പ്ലാന്റ്സുകൾ ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷനിലൊക്കെ ഇങ്ങനെ മറിഞ്ഞ് പോയിട്ടൊക്കെയുള്ള പ്ലാന്റ്സ് അതൊക്കെ നട്ട് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നട്ടുപിടിപ്പിക്കാമേ. പ്ലാന്റ്സുകൾ നട്ടിട്ട് ഷെയ്ഡിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. ഒത്തിരി വെള്ളമൊക്കെ കൊടുത്ത് അതിനെ കൊന്നു കളയാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. പ്ലാന്റ്സ് നട്ടിട്ട് എപ്പോഴും നമ്മൾ പുറത്ത് ഷെയ്ഡഡ് ഏരിയയിൽ വെക്കുക കേട്ടോ. ഈ ക്രിപ്റ്റാന്തസ് വെറൈറ്റി കാണിച്ചു പോവാം. ക്രിപ്റ്റാന്തസ് ഈ ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിലുണ്ട്. പിന്നെ ഒരു പിങ്ക് ചേർന്നിട്ടുള്ള ഒരു സ്ട്രൈപ്പ് ആയിട്ടുള്ള വെറൈറ്റി നമുക്ക് സ്റ്റോക്കിലുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പ്ലാന്റ്സുകൾ വരുന്നത്. പിന്നെ റൂബി റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള വെറൈറ്റി നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഇതൊക്കെ സ്റ്റോക്ക് തീർന്നേക്കുമായിരുന്നു. ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 3 വെറൈറ്റികളാണ് നമുക്ക് ക്രിപ്റ്റാന്തസ് ഇപ്പോൾ സ്റ്റോക്കിലുള്ളത് കേട്ടോ. ഇങ്ങനെ. പിന്നെ അടുത്തത് നമുക്ക് സാൻസവേരിയ വെറൈറ്റികൾ കാണിച്ചു പോകാം. നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ളത് സാൻസവേരിയ വെറൈറ്റികൾക്കാണ്. സാൻസവേരിയ ഇൻഡോറിലേക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരു 12 വെറൈറ്റികളോളം ഇപ്പോൾ നമുക്ക് സാൻസവേരിയ സ്റ്റോക്കിലുണ്ട്. അതിൽ ആദ്യത്തെ കാണിച്ചു പോകാം. നമുക്ക് ആദ്യത്തെ വരുന്നത് സിൽവർ മിക്കാഡോയാണ്. ഒരു പോട്ടിൽ 3 എണ്ണമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യാൻ പാകത്തിന് നല്ല രസമുള്ള പ്ലാന്റ്സുകളായിട്ടാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്.
ദാ ഇങ്ങനെ കേട്ടോ, ഒരു സിൽവർ ടച്ച് ഉള്ള പ്ലാന്റുകളാണ്. ഞാൻ ഈ കൈയൊക്കെ വെച്ച് കാണിക്കുന്നത് ഏകദേശം നിങ്ങൾക്ക് ഒരു സൈസൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. ഫോട്ടോയിൽ ചിലപ്പോൾ സൈസ് അറിയാൻ പറ്റില്ല കാറ്റലോഗിൽ കൊടുക്കുമ്പോഴേ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എപ്പോഴും നിങ്ങൾ കാണാനായിട്ട് പറയുന്നത് കേട്ടോ. ദാ ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്ലാന്റുകൾ വരുന്നത്. ഇതിൻ്റെ സാധാരണ മിക്കാഡോ ഉണ്ടല്ലോ ഗ്രീൻ ടച്ച് ഉള്ളത്, ആ ഇതും സ്റ്റോക്കിലുണ്ട്. ഒരു പോട്ടിൽ 5 എണ്ണം ആയിരിക്കും കേട്ടോ. നമ്മളിതാ ഇങ്ങനെയാണ് പാക്കിങ് വരുന്നത്. എന്താ ഇത്രയും വേരുകളൊക്കെ ഉള്ള നല്ല പ്ലാന്റുകളാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് നട്ടുപിടിപ്പിച്ചാൽ മതി. ചില പ്ലാന്റ്സിൻ്റെയൊക്കെ കൊക്കോപിറ്റിലാണ് നടന്നെങ്കിൽ കൊക്കോപിറ്റ് കളയണ്ട. ഇനി നമ്മൾ മണ്ണിലേക്കാണ് നടന്നെങ്കിൽ കൊക്കോപിറ്റ് കളഞ്ഞിട്ട് നടുക കേട്ടോ. ഇതാ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സുകൾ വരുന്നത് കേട്ടോ. റേറ്റുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കാറ്റലോഗിലൊന്ന് നോക്കിയാൽ മതിയേ. ഒത്തിരി പ്ലാന്റ്സുകൾ ഉള്ളതുകൊണ്ട് റേറ്റ് ഞാൻ പറയണില്ല കേട്ടോ. പിന്നെ ഇതാ നമ്മളുടെ വിറ്റിനി സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് വരുന്നത്. പിന്നെ വരുന്നത് സിൽവർ സ്ക്വയർസ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ഒരു വെറൈറ്റി സ്റ്റോക്കിലുണ്ട്. പുതിയൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് അധികം നമുക്ക് കോമൺ ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റും കൂടുതലുള്ള വെറൈറ്റിയാണ്. പിന്നെ വരുന്നത് ഞാൻ വേഗം കാണിച്ചു പോവാം കേട്ടോ. ഇതിൻ്റെ പേരെന്താ, സിൽവർ സിബ്ര എന്ന് പറഞ്ഞ പുതിയ വെറൈറ്റിയാണ് ഇതിപ്പോൾ സ്റ്റോക്കിലുള്ള. ഇതാ ഇങ്ങനെ കേട്ടോ, നല്ല പ്ലാന്റുകളാണ്. ഇതൊക്കെ മിനിയേച്ചർ വെറൈറ്റിയാണ്. ടൊർണാഡോ മിനിയേച്ചർ വെറൈറ്റിയാണ്, ഇതും സ്റ്റോക്കിലുണ്ട്. പിന്നെ ഹാഹിനി ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഈ ഒരു വെറൈറ്റി സ്റ്റോക്കിലുണ്ട്. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ കോംബോ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് 2 പ്ലാന്റ്സുകൾ 270 ആണ്. നമ്മൾ ഇതിന് മുമ്പ് ചെയ്തതായിരുന്നു, സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് താല്പര്യമുള്ളവർക്ക് ഞാൻ കാറ്റലോഗിൽ കൊടുത്തിട്ടില്ല, താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. 2 പ്ലാന്റിനും കൂടെ 270 തന്നെ. ആവശ്യമുള്ളവർ തന്നെ എടുത്തോളൂ കേട്ടോ. ഓരോന്നാ വേണ്ടതെന്നുള്ളവർ അങ്ങനെ എടുത്തോളൂ. പിന്നെ നമുക്ക് സിൽവർ പ്രിൻസസ് സ്റ്റോക്കിലുണ്ട്. ഈ ഒരു സൈസിലുള്ളത് എത്ര എണ്ണം ഉണ്ടെന്ന് പറയാൻ പറ്റണില്ല. എനിക്ക് തോന്നുന്നു 3 എണ്ണാന്ന് തോന്നുന്നു. അതല്ലാതെ ബേബി പ്ലാന്റുകൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇതാ ഇങ്ങനെയാണ് ഫുൾ പോട്ട് വരുന്നത് കേട്ടോ. ഇതൊന്നും അധികം റേറ്റ് ഇല്ല കേട്ടോ. എല്ലാം 200 താഴെയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. പിന്നെ ആ ഒരു സിൽവർ സ്പേസിന് മാത്രമാണ് 200 മുകളിലേക്ക് വരുന്നത് കേട്ടോ. ഇതാ ഇതിൻ്റെ ബ്ലാക്ക് ഗോൾഡ് ഇതാ ഇങ്ങനെ കേട്ടോ. കാറ്റലോഗിലെല്ലാം സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി. അതിൽ കാറ്റലോഗിൽ ചിലപ്പോൾ ആദ്യത്തെ പിക്ചർ ആയിരിക്കില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുക, ഏത് പിക്ചറാണ് ആക്ച്വൽ പിക്ചർ എന്ന് കേട്ടോ. അതും കൂടെ ഒന്ന് നോക്കുക കേട്ടോ. ആക്ച്വൽ സൈസ് കേട്ടോ. ചിലപ്പോൾ 2ാമത്തെ ആയിരിക്കാം, ചിലപ്പോൾ 3ാമത്തെ ആയിരിക്കാം, ചിലപ്പോൾ ആദ്യത്തെ ആയിരിക്കും. അത് ഞാൻ കറക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ ഡ്രാഗൺ ടങ്ക് എന്ന് പറഞ്ഞിട്ടാണ്. ഇത് ഇങ്ങനെ ഒരു കുറച്ച് ഹൈറ്റ് വെക്കും, കുറച്ചും കൂടെ തീരെ ഡ്വാർഫല്ല, അന്ന് ഒത്തിരി ഹൈറ്റ് വെക്കില്ല. പക്ഷേ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് അങ്ങനെ വരുന്നതാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഇതിൻ്റെ ഈ ലീഫ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. ഇത് കണ്ടോ, ചെറിയതായിട്ട് ഒരു ട്വിസ്റ്റ് ചെയ്ത് അങ്ങനെ വരുന്നുണ്ട്. ടൊർണാഡോ അങ്ങനെ തന്നെയാണ് കേട്ടോ. ചില പ്ലാന്റ്സുകൾ ടൊർണാഡോ ഒക്കെ നമ്മൾ പാക്ക് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒന്ന് ഒടിയാനുള്ള, തുമ്പൊക്കെ ഒടിയാനുള്ള സാധ്യതയുണ്ട്. കാരണം ട്വിസ്റ്റ് ചെയ്തിരിക്കുന്ന വെറൈറ്റി നമുക്കൊന്ന് പാക്ക് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ എവിടെയെങ്കിലും കൊള്ളുമ്പോഴത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ ഇതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. അത് കാറ്റലോഗിൽ നോക്കിയാൽ മതി. വലിയ പ്ലാന്റുകളാണ് ഇത്. ഒത്തിരി ഹൈറ്റ് വെക്കുന്നതല്ല, എന്നാലും നല്ല ഒരു കുറച്ചും കൂടെ ഹൈറ്റ് വെക്കുന്ന നല്ല പ്ലാന്റുകളാണ് കേട്ടോ. പിന്നെ നമ്മുടെ ലില്ലിപ്പുട്ട് ഇപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ലില്ലിപ്പുട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ്. ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഒരു പോട്ടിൽ 3 എണ്ണമൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാൻ പാകത്തിന് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതാ ഇങ്ങനെ നല്ല രസമാണ് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മുടെ സൺസവേരിയ 12 വെറൈറ്റി നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതുള്ളത് ഞാനിതൊന്ന് മാറ്റിക്കോട്ടെ കേട്ടോ. അടുത്തത് നമുക്ക് കാണിക്കാനുള്ളത് നമുക്ക് അഗ്ലോണിമ വെറൈറ്റി നമുക്ക് ഇപ്പോൾ 3 എണ്ണമാണ് കാറ്റലോഗിൽ കൊടുത്തേക്കണത് കേട്ടോ. ഒന്ന് സൂപ്പർ വൈറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടില്ല കേട്ടോ. ഇതൊരു എന്താ പറയുക, ഒരു കോർണർ റെഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വന്നേക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇതാ ഇത് കേട്ടോ. ഇങ്ങനെ പിന്നെ നമ്മളുടെ ഡയമണ്ട് റെഡ് അങ്ങനെ പറഞ്ഞിട്ട് വന്നേക്കുന്ന ഐഡിയയിൽ വന്നേക്കുന്നതാണ് ഇതാ ഇത്. ഡയമണ്ട് ആൻഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള വന്നേക്കുന്നതാണ് കേട്ടോ. ഇത് രണ്ടിന് ഓരോന്നിന് 220 മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരും നോക്കിക്കോളൂ. നമ്മുടെ സൂപ്പർ വൈറ്റിന് 180 ആണ് റേറ്റ് വരുന്നുള്ളൂ. അത് എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് തീരാറായി എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരാത്തത്. പിന്നെ നമ്മൾക്ക് ഡ്രസ്സീന വെറൈറ്റികൾ കാണിച്ചു പോവാം. ഡ്രസ്സീന ഇത് ഞാൻ ആ ഒരു റിഡക്ഷൻ സ്റ്റൈലിൽ ഇട്ടിട്ടുണ്ടെന്ന് ഒത്തിരി പേര് ചോദിച്ച പ്ലാന്റാണ്. ഇത് നല്ല ഇൻഡോറിലേക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഡ്രസ്സീന കോമ്പാക്റ്റ എന്ന് പറയുന്ന നല്ല രസമുള്ള പ്ലാന്റുകളാണ്.
നല്ല രസമാണ് ഇത് കാണാനായിട്ട്. നല്ല പച്ചപ്പായിട്ട് നിറച്ചു ഇലയായിട്ട് ഇങ്ങനെ വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഉണ്ടല്ലോ, ഞാൻ ഈ കാണിക്കുന്ന പ്ലാന്റുകൾ അതിൻ്റെ തൊട്ടടുത്ത സൈസിലേക്ക് പോട്ടിലേക്ക് വെച്ചാൽ മതി കേട്ടോ. കാരണം ഒത്തിരി വലിയ പോട്ടിലേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി മണ്ണൊക്കെ ആവുമല്ലോ. അപ്പം നനവ് കൂടുതൽ എപ്പോഴും നിൽക്കും, ചെടികൾ ചീത്തയാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ഇഞ്ച് പോട്ടാണ് ഇത് വരുന്നത്. അപ്പം ഇതൊക്കെ അടുത്തൊരു പോട്ടിലേക്ക് 4 ഇഞ്ച് 5 ഇഞ്ച് വരെയുള്ള പോട്ടിലേക്ക് മാറ്റി നട്ടാൽ മതി കേട്ടോ. ഒത്തിരി ഇങ്ങനെയുള്ള ചെറിയ പ്ലാന്റ്സുകൾ കൊണ്ടുവന്ന് 8 ഇഞ്ച് പോട്ടിലേക്കൊക്കെ നട്ട് കഴിഞ്ഞാൽ ചെടികൾ ചീത്തയായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ പ്ലാന്റ്സുകൾ ചെറിയ പോട്ടിൽ വെച്ച് പിടിച്ചതിന് ശേഷം വലുതാവുന്നതിനനുസരിച്ച് ഒന്ന് പോട്ടുകൾ മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഡ്രസ്സീന കോമ്പാക്റ്റ് കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡ്രസ്സീനയുടെ വെറൈറ്റികൾ, ഡ്രസ്സീന ധാരാസിംഗ് നമുക്ക് സ്റ്റോക്കിലുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള നല്ല രസമുള്ള, ഒത്തിരി വലുപ്പം വയ്ക്കും കേട്ടോ. നല്ല ഭംഗിയിൽ വലുപ്പം വയ്ക്കും ഇലകളൊക്കെ വെച്ചിട്ട്. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കാമേ. അത് നോക്കിയിട്ട് നിങ്ങൾ നല്ല വലിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് അത് നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ. നമുക്ക് ടേബിൾ ടോപ്പിൽ വെക്കാൻ പറ്റുന്ന ഇത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ബാംബൂ പാം സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അധികം സ്റ്റോക്കില്ല കേട്ടോ. താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ. ഇത് നമ്മളുടെ മോൺസ്റ്റേറ അഡൻസോണി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഇതാണ്, അല്ലെങ്കിൽ ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയും. ഇത് നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു വലിയ പോട്ടിലാണ്, അതനുസരിച്ചുള്ള റേറ്റ് വ്യത്യാസമുണ്ട്. ഇത് ചെറിയ പോട്ടിലാണ്, അതനുസരിച്ച് റേറ്റ് കുറവാണ്. ഇങ്ങനെ കേട്ടോ, ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സുകൾ വരുന്നത്. നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട്. പിന്നെ നമ്മൾക്ക് റബ്ബർ പ്ലാന്റ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. റബ്ബർ പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു വെറൈറ്റി. ഇതധികം സ്റ്റോക്കിലില്ല, പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവട്ടോ. കാറ്റലോഗിൽ ഇല്ലെങ്കിൽ സ്റ്റോക്ക് തീർന്നു എന്നാണ് അർത്ഥം. അതിൻ്റെ ബർഗണ്ടി കളർ വലിയ പ്ലാന്റ് സ്റ്റോക്കിലുണ്ട്. നന്നായിട്ട് ഏരിയൽ റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല പ്ലാന്റുകളാണ്. മണ്ണിലാണ് വന്നേക്കുന്നത്. മണ്ണ് മാറ്റിയിട്ടായിരിക്കും നമ്മൾ പ്ലാന്റ്സുകൾ വിടുക കേട്ടോ. പിന്നെ ഇതിൻ്റെ തന്നെ ചെറിയ പ്ലാന്റുകളും നമുക്ക് സ്റ്റോക്കിലുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ. ഇത് കൊക്കോപീറ്റിലാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും അയക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഇങ്ങനെ ഈ ഒരു സൈസിലുള്ള ഈ ഒരു സൈസൊക്കെയുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വന്നേക്കുന്നത് റബ്ബർ പ്ലാന്റ് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഫേൺ വെറൈറ്റി കാണിക്കാം. ഫേൺ വെറൈറ്റി ഞാൻ ഫേണിൻ്റെ കോംബോ ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. ഒരു ഫേൺ കോംബോ ഇപ്പം കാണിക്കുന്ന പ്ലാന്റ്സുകളുടെ അല്ലാത്തൊരു ഫേൺ കോംബോ ഞാൻ ചെയ്യാം. ഈ മഴക്കാലം അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമാണെന്ന് കണ്ടു, അപ്പോൾ ഞാൻ ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ ഫേൺ സ്റ്റാഗ് ഹോൺ ഫേണാണ്. ഇങ്ങനെ നല്ല രസമായിട്ട് ഇത് കണ്ടോ. ഈ സ്റ്റാഗ് ഹോൺ ഫേൺ മണ്ണിൽ നടുന്ന പ്ലാന്റ് അല്ല കേട്ടോ. മണ്ണിൽ നടാൻ പാടില്ല. മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ പ്ലാന്റ് ചീത്തയായി പോവും. അപ്പോൾ അതൊന്ന് ഗൂഗിളിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ട്, ഒത്തിരി പേർക്ക് അറിയാം, ഞാൻ പ്രത്യേകം പറയുന്നില്ല, വീഡിയോ ലെങ്തി ആവും, അതുകൊണ്ട് പറയുന്നില്ല കേട്ടോ. ഇങ്ങനെയാണ് ഇത് വരുന്നത്. കൊക്കോപീറ്റിലാണ് പ്ലാന്റ് വന്നത്. പിന്നെ ആസ്പെലീനിയം നിഡൂസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ആ പ്ലാന്റ് കാണാനില്ലല്ലോ. ഇത് നമ്മുടെ ബേഡ് നെസ്റ്റ് ഫേണിൻ്റെയാണ് ഒരു വെറൈറ്റി. ഇതിപ്പോൾ സ്റ്റോക്കിലുണ്ട്. നമുക്ക് നല്ല പ്ലാന്റുകളാണ്. നല്ല രസത്തിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റുകളാണ്. ഇതൊക്കെ ഒന്ന് വലിയ പോട്ടിലൊക്കെ വെച്ചിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഇൻഡോറിലേക്കൊക്കെ വെക്കാൻ പറ്റും. ഇൻഡോറിലല്ല കേട്ടോ. ഫേൺ വെറൈറ്റികളൊക്കെ ഔട്ട്ഡോറാണ്. പക്ഷേ നമുക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉള്ളിലൊക്കെ വെക്കുക കേട്ടോ. പിന്നെ നമ്മളുടെ ഒറിജിനൽ നമ്മൾ ബേഡ് നെസ്റ്റ് ഫേൺ എന്ന് പറയില്ലേ, ആ ഒരു പ്ലാന്റും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇത് ഉള്ളതിൽ ചെറിയ പ്ലാന്റാണ് ഞാൻ എടുത്തേക്കുന്നത്. വലിയ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ്. ഇതിൻ്റെ ഇത് കണ്ടോ, നല്ല കരുത്തുള്ള പ്ലാന്റുകളാണ്. ഇതിന് വെള്ളം കുറയുമ്പോൾ ഇതിൻ്റെ ഒരു സിൽവർ ഒരു ഇലയിലേക്ക് വരും. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിനൊക്കെ ഇപ്പോഴും വെള്ളം വേണ്ട ചെടികളാണല്ലോ. അപ്പോൾ ഒരു ഇലകൾക്ക് ഒരു ഫെയ്ഡ് ആയിട്ടുള്ളൊരു കളർ വരും. അപ്പോൾ അതാണ് കേട്ടോ വെള്ളത്തിൻ്റെ വേണം എന്നുള്ളൊരു സൈൻ വരുന്നത്. ഇതിൻ്റെ തന്നെ വലിയ ഇത് നോക്കിയേ, വലിയ പ്ലാന്റുകൾ കണ്ടോ. നല്ല രസത്തിൽ നല്ല വലിപ്പമുള്ള നല്ല പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ മെസ്സേജ് ചെയ്തോളൂ. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പ്ലാന്റ്സുകൾ വന്നേക്കുന്നത്. ഇത് കണ്ടോ. അപ്പോൾ 3 വെറൈറ്റിയാണ് ഇപ്പോൾ ഫേൺ നമ്മുടെ കാറ്റലോഗിൽ കിടക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കലാത്തിയ വെറൈറ്റികൾ നമുക്കൊന്ന് കണ്ടുപോകാം. കലാത്തിയകൾ നമുക്ക് 3 വെറൈറ്റിയാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിലുള്ളത്. ഇത് റാറ്റിൽ സ്നേക്കാണ്. നല്ല പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് നമ്മളുടെ ഇത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നമ്മളുടെ ഓർബിഫോളിയോ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നല്ല വലിപ്പം വയ്ക്കും കേട്ടോ. ഇലകൾ നല്ല വലിപ്പം വയ്ക്കും. പിന്നെ നമുക്ക് ഒരു വെറൈറ്റിയും കൂടെ നമുക്ക് സ്റ്റോക്കിലുണ്ട്. നമ്മളുടെ ഈ വെറൈറ്റി നല്ല രസമായിട്ട് നല്ല ബ്യൂട്ടി സ്റ്റാറിൻ്റെ നല്ല വലിയ പ്ലാന്റ് കേട്ടോ. ഇതൊക്കെ കൂടുതൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അങ്ങനെ നമ്മുടെ കലാത്തി വെറൈറ്റികളൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യില്ലേ, അതിനൊക്കെ നല്ല പറ്റിയ പ്ലാന്റുകളാണ് കേട്ടോ. ഞാനിതൊന്ന് മാറ്റിയേക്കോട്ടെ കേട്ടോ.
ഇനി അടുത്തത് നമുക്ക് ഫിലാഡൻഡ്രോൺ വെറൈറ്റി കാണിച്ചു പോവാം. ഫിലാഡൻഡ്രോൺ ബ്ലാക്ക് കാർഡിനൽ ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ. നല്ല രസമുള്ള പ്ലാന്റുകളാണ്. പിന്നെ നമുക്ക് മൂൺഷൈൻ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇത് നല്ല വലിപ്പം വയ്ക്കുന്ന നല്ല ഇതുള്ള ഇലകളാണ്. ഇത് കുറച്ച് വെയിൽ കൊണ്ടിട്ടൊന്ന് ഫെയ്ഡ് ആയിക്കണ്ടോ, കുഴപ്പമില്ല. അതാ ഈ ഒരു കളറിലേക്ക് വരും കേട്ടോ. നല്ല വലിപ്പം വയ്ക്കും. ഇതിലും നല്ല രസമാണ്, നല്ല രസത്തിൽ വളർത്താൻ പറ്റും. ഇതൊക്കെ ഒരു പ്ലാന്റ് മതി കേട്ടോ. ഇതിന് ബേബി പ്ലാന്റുകൾ ചിലതിലൊക്കെ നിറച്ച് ബേബി പ്ലാന്റുകളൊക്കെ ഉണ്ട്. ഇതിലിപ്പോൾ ബേബി പ്ലാന്റ് ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ തന്നെ ഫിലാഡൻഡ്രോൺ മയോനി സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ നല്ല മയോനി ഗോൾഡ്, മെലിനോയ് ഗോൾഡ് കേട്ടോ. സോറി, മയോയി വേറെയാണ്. മെലിനോയി ഗോൾഡ് അത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ കേട്ടോ. ഈ ഒരു സൈസിലുള്ള നന്നായിട്ട് വേരൊക്കെ പിടിച്ചിട്ടുള്ള ഏരിയൽ റൂട്ടുകളൊക്കെ നന്നായിട്ട് ഫോം ചെയ്തിട്ടുള്ള കണ്ട ഇത്രയും വേരുകളൊക്കെ പിടിച്ചിട്ടുള്ള നല്ല പ്ലാന്റുകളാണ്. സ്റ്റിക്കൊക്കെ ഒന്ന് കൊടുത്തിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. ഇത് വലുതായി വരുന്നതനുസരിച്ച് അധികം പെട്ടെന്ന് അങ്ങോട്ട് ഇതാവില്ല, സ്റ്റിക്ക് കൊടുക്കേണ്ടി വരില്ല. അങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകളാണ് നമുക്ക് സ്റ്റോക്കിൽ വന്നത്. ഇനി അലക്വേഷ്യ വെറൈറ്റികൾ കാണിച്ചു പോട്ടെ. അലക്വേഷ്യ നമ്മളുടെ അലക്വേഷ്യ ബാമ്പിനോ ഇത് കണ്ട് ഇത് കണ്ടോ നല്ല പ്ലാന്റുകൾ. പിന്നെ അലക്വേഷ്യയുടെ തന്നെ ഇത് നമ്മളുടെ അസ്ലാനി സ്റ്റോക്കിലുണ്ട്. ഇത് കണ്ടോ ഇങ്ങനെ കേട്ടോ പ്ലാന്റുകൾ സ്റ്റോക്കിലുണ്ട്. പിന്നെ അലക്കേഷ്യയുടെ പോളി സ്റ്റോക്കിലുണ്ട്. ഇങ്ങനെ കേട്ടോ നല്ല ഭംഗിയുള്ള. ഒത്തിരി പേര് കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു അലക്കേഷ്യ വെറൈറ്റികൾ നിങ്ങൾ എപ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ കൊക്കോപീറ്റ് സഹിതമാണല്ലോ വിടുന്നത്. അവിടെ വരുമ്പോഴത്തേക്ക് കൊക്കോപീറ്റ് കളയാതിരിക്കാൻ ശ്രമിക്കാറ്. കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുമ്പോ കൊക്കോപീറ്റ് വേണ്ട, പക്ഷേ ഈ കൊക്കോപീറ്റ് എടുത്ത് വെക്കണം കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ നിറച്ചും കിഴങ്ങുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വർഷമോ അല്ലെങ്കിൽ ഈ വർഷം തന്നെ പുതിയ പ്ലാന്റുകളൊക്കെ ആയിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് കൊക്കോപീറ്റ് മാറ്റുമ്പോൾ അത് ഏതെങ്കിലും പോട്ടിലേക്ക് വെച്ചിട്ട് മഴയത്തേക്ക് വെച്ചോളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് വരും. പിന്നെ ഇത് ലാറ്റർബെദിയാന എന്ന് പറയുന്നുള്ള ആ വെറൈറ്റിയാണ്. നല്ല ഭംഗിയിൽ കാണിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ വലിയ പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്കിലുണ്ട്. ഇങ്ങനെ നോക്കിയേ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ കേട്ടോ നല്ല പ്ലാന്റുകളാണ്. ഇത് അലക്കേഷ്യയൊക്കെ ആഗ്രഹിക്കുന്നവർ വേഗത്തിൽ തന്നെ അത് വാങ്ങിച്ചോളൂ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടില്ല, നമ്മൾ കൊടുത്തേക്കാം. ഇതും വലിയ പ്ലാന്റും കൊടുത്തേക്കാം. ഇതിപ്പോൾ ചെറിയ പ്ലാന്റുകളാണ് കൊടുത്തേക്കുന്നത്. 190 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ചിലതിൻ്റെയൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. ഇത് ചെറിയ പ്ലാന്റ്. ഇത് കണ്ടോ പെട്ടെന്ന് തന്നെ വലുതായിക്കോളൂ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കിഴങ്ങുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് സൂക്ഷിക്കണേ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും. പിന്നെ നമ്മുടെ അലക്കേഷ്യ ജാക്വലിൻ സ്റ്റോക്കിലുണ്ട്. ഈ ജാക്വലിലൊക്കെ 10ഉം 12ഉം കിഴങ്ങുകൾ വരെ ഉള്ളതുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് വിടുന്നത്. അപ്പോൾ കിഴങ്ങുകൾ ഉള്ളിലുണ്ടോയെന്ന് നിങ്ങൾ നോക്കിയിട്ട് വേണം കേട്ടോ. കുഞ്ഞു കിഴങ്ങുകളാണ്. അപ്പോൾ അത് പ്രോട്ടീൻ മിക്സ് അങ്ങനെ തന്നെ മാറ്റി വേറെ എവിടെയെങ്കിലും സ്റ്റോക്ക് ചെയ്യുക കേട്ടോ. മഴയത്തേക്ക് വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ മുളച്ച് വന്നോളൂ കേട്ടോ. ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ്, എന്നാലും നമുക്ക് കിഴങ്ങുകളൊക്കെ ഉള്ളത് കൊണ്ടേ നമുക്ക് ഇത്. പിന്നെ പിങ്ക് ഡ്രാഗൺ അതിപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇത് കണ്ടോ ലീഫ്, ഇത് സ്റ്റെം ഒരു പിങ്ക് കളറാണ്. നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട്. കുറേ ബേബി പ്ലാന്റുകളൊക്കെ കാണുന്നുണ്ട്. അതിലൊക്കെ ബേബി പ്ലാന്റ് ഇല്ലെങ്കിൽ തന്നെ കിഴങ്ങുകളുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ കട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഈ സ്റ്റെം കണ്ടിട്ട് കട്ട് ചെയ്തൊക്കെ റൂട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നടാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ നട്ട് നോക്കിയിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകൾ നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. ഇത് കണ്ട നല്ല രസം. ഇതിൻ്റെ ഒരു പിങ്ക് ടച്ചാണ് വരുന്നത്. പിങ്ക് ഡ്രാഗൺ എന്നാണ് കേട്ടോ പേര് വരുന്നത്. പിന്നെ നമുക്ക് മോൺസ്റ്റേറ വെറൈറ്റി, മോൺസ്റ്റേറ ഡെലീസിയോസ. ഇതിൽ ഫെനസ്ട്രേഷൻ ചിലതിലൊക്കെയാണ് കേട്ടോ വന്ന് തുടങ്ങണേ ഉള്ളൂ. ഇത് കണ്ടോ ഉണ്ട് ഇത് കണ്ടോ. എല്ലാത്തിലും ഫെനസ്ട്രേഷൻ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മളുടെ മോൺസ്റ്റേറ ഇത് തായ് കോൺസ്റ്റലേഷൻ കേട്ടോ. ഇങ്ങനെ ഇതിപ്പോൾ തന്നെ അടുത്ത ലീഫിനൊക്കെ വരുമ്പോഴത്തേക്കും ഹോൾ വന്നോളൂ കേട്ടോ. ഫെനസ്ട്രേഷനൊക്കെ ഉണ്ട്. അടുത്തത് വരുമ്പോഴത്തേക്കും ഫെനസ്ട്രേഷൻ വന്ന് തുടങ്ങണേ ഉള്ളൂ. വേരിഗേഷൻ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ. പിന്നെ സൺറെഡ് സ്റ്റോക്കിലുണ്ട്. ഫിലാഡൻഡ്രോൺ വെറൈറ്റി സൺറെഡ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിലുണ്ട്. പിന്നെ ഫിലാഡൻഡ്രോൺ വെറൈറ്റി ഇത് നമ്മുടെ ബ്രസീൽ എന്നൊക്കെ പറയുന്ന ആ വെറൈറ്റി കേട്ടോ. ഫിലാഡൻഡ്രോൺ ആണ്. ഞാനിങ്ങനെ ചുറ്റി വെച്ചേക്കുവാണ്. അതായത് നിങ്ങൾക്കിത് കട്ടൊക്കെ ചെയ്ത് നടാം കേട്ടോ. അതിങ്ങനെ ഇതുണ്ടാവും. എല്ലാത്തിനും ചിലപ്പോൾ വേരിഗേഷൻ ഒരേ രീതിയിലായിരിക്കില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ നല്ല വേരിഗേഷൻ ഉള്ളതാണ് ഞാനിപ്പോൾ വെച്ചേക്കുന്നത്. ചിലതിൽ വേരിഗേഷനൊക്കെ കുറവാണ്. അപ്പോൾ കട്ട് ചെയ്തൊക്കെ നടാം കേട്ടോ. പിന്നെ പോത്തോസ് വെറൈറ്റികൾ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ വന്നേക്കുന്നത് മാർബിൾ പോത്തോസ്
മാർബിൾ പോത്തോസ് ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. പിന്നെ ഗോൾഡൻ പോത്തോസ് ഇപ്പോൾ സോറി ഗ്ലോബൽ പോത്തോസ് സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഇതാ ഇത് എൻജോയിങ് ഗോൾഡനും സ്റ്റോക്കിലുണ്ട്. അത് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള അവിടെ ചെറിയ പോട്ടുകളിലാണ്. 80 രൂപയുടെ ചെറിയ പ്ലാന്റുകൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ പീസ് ലില്ലി ഇതാ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചേ ഉള്ളൂ സ്റ്റോക്കിൽ, നല്ല പ്ലാന്റുകൾ. ഇതിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലൊക്കെ എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ എടുത്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് സി പ്ലാന്റ് നമുക്ക് നല്ല പ്ലാന്റുകൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഫുൾ പോട്ടായിട്ട് നല്ലോണം സെറ്റ് ചെയ്യാൻ പാകത്തിന് ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ. നല്ല വെയിറ്റ് ആണ്, മണ്ണിലാണ് വന്നേക്കുന്നത്. മണ്ണ് മാറ്റിയിട്ടായിരിക്കും വിടുക കേട്ടോ. എന്താ ഡ്വാർഫ് വെറൈറ്റി ആണേ. ഇതാ നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതാ ഞാൻ പറഞ്ഞ സെറ്റ് ചെയ്യാൻ പാകത്തിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തന്നെ അങ്ങോട്ട് വെച്ചിട്ട് അടുത്തതിലേക്ക് മാറ്റി നട്ടാൽ മതി. എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നേരത്തെ മേടിച്ച് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത് നമ്മൾ പെപ്രോമിയ വെറൈറ്റിയാണ് കാണിക്കുന്നത്. പെപ്രോമിയ നമുക്ക് 4 വെറൈറ്റിയാണ് സ്റ്റോക്കിൽ വന്നേക്കുന്നത്. ഇത് ഒരു എന്താ പറയുക, ഒരു ലെമൺ ടച്ചുള്ള അങ്ങനെയുള്ള ഒരു വെറൈറ്റിയാണ് സ്റ്റോക്കിൽ വന്നേക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഇതിൽ കൂടുതൽ പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. ഇതിലിപ്പോൾ ഒരു പോട്ടിൽ 3 എണ്ണമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നെറ്റ് പോട്ട് ഉണ്ട്. നെറ്റ് പോട്ട് മാറ്റണ്ട കേട്ടോ. നെറ്റ് പോട്ട് വേരുകൾ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത്. ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാറ്റി വേറെ പോട്ടുകളിലേക്ക് നടണമെങ്കിൽ ആ ഉള്ളിലുള്ള നെറ്റ് പോട്ട് ഉണ്ടല്ലോ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ ഉള്ളിലൊരു കുഞ്ഞ പോട്ടുകളുണ്ട്. അത് സഹിതം അങ്ങോട്ട് എടുത്ത് വച്ചാൽ മതി കേട്ടോ. മണ്ണിലാണ് പ്ലാന്റ്സുകൾ വന്നപ്പോൾ ഞാൻ കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ടായിരിക്കും വിടുക കേട്ടോ. അടുത്തത് വന്നേക്കുന്നത് ഒരു വേരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇങ്ങനെയുള്ള ഒരു വെറൈറ്റി. ഇതും കൂടുതൽ പ്ലാന്റുകൾ ചേർത്ത് വെച്ചേക്കുന്നതാണ്. മിനിമം ഒരു 3 ഇതിലേക്ക് മാറ്റം. ഇതിലിപ്പോൾ 4 കാണുന്നുണ്ട്. മിനിമം ഒരു 3 എണ്ണത്തിലേക്ക് മാറ്റി നടാൻ പാകത്തിന് അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ. പിന്നെ ഒരു ഗ്രീൻ പിന്നെ വേറൊരു വേരിഗേറ്റഡ് വെറൈറ്റി വന്നിട്ടുണ്ട്. ഇത് അത്രയും തിക്കല്ല, കോക്കോപീറ്റാണ് പ്ലാന്റുകൾ വന്നേക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഒരു കോമൺ ആയിട്ടുള്ള വെറൈറ്റി അല്ല കേട്ടോ. ഇത് ആദ്യം കാണിച്ച വെറൈറ്റി ആയിട്ട് വ്യത്യാസമുണ്ട്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഒരു ഓറഞ്ച് ഫിനിഷുള്ള ഒരു വേരിഗേഷനാണ് വരുന്നത്. അതിൻ്റെ ചുറ്റും ഒരു ബോർഡറായിട്ട് ഒരു ഓറഞ്ച് ടച്ചാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇങ്ങനെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് അധികം സ്റ്റോക്കില്ല കേട്ടോ. കോക്കോപീറ്റിലാണ് വന്നേക്കുന്നത്. അധികം സ്റ്റോക്കില്ല. താല്പര്യമുള്ളൊരു വേഗത്തിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഇനി വേറൊരെണ്ണം, ഇതും കോക്കോപീറ്റിലാണ് വന്നേക്കുന്നത്. ഇതൊരു നല്ല ഗ്രീനായിട്ട് ബോർഡർ ഒരു കാപ്പി കളർ ഒരു അങ്ങനത്തെ ഒരു ടച്ചുള്ള പ്ലാന്റുകളാണ്. ഇത് നിങ്ങൾക്ക് വേറെ പോട്ടിലേക്കൊക്കെ മാറ്റി നടാം കേട്ടോ. ഇത് 3 എണ്ണാന്ന് തോന്നുന്നു കാണുന്നത്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ടച്ച് ഇത് വരുന്നത്. നന്നായിട്ട് വേരുകളൊക്കെ പിടിച്ച പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ അതിങ്ങനെ വേര് ശരിക്കും കാണാൻ പറ്റാൻ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നും അറിയാൻ പാടില്ല. നന്നായിട്ട് വേരുകളൊക്കെ ഉള്ള നല്ല പ്ലാന്റുകളാണ്. അപ്പോൾ ഇതിങ്ങനെയൊക്കെയാണ് പ്ലാന്റുകൾ വന്നെ. ബാക്കിയുള്ള പ്ലാന്റ്സുകളൊക്കെ ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കാം. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഒത്തിരി പ്ലാന്റ്സുകൾ ഉണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്ത് ചെയ്യാമെന്ന് തോന്നുന്നു. ഒത്തിരി പ്ലാന്റ്സുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ കാർട്ട് ആഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക. നമ്മൾ മാക്സിമം ഈ ആഴ്ച തന്നെ അയക്കും കേട്ടോ പ്ലാന്റ്സുകൾ. ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാവരും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അഡ്രസ്സും കൂടെ ഇല്ലാത്തവർ, ഇതിന് മുമ്പ് എൻ്റെ ഇന്ന് മേടിക്കാത്തവരുടെ അഡ്രസ്സ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അഡ്രസ്സും കൂടെ ഇടാൻ ശ്രമിക്കുക. കാരണം ഓരോ പ്രാവശ്യം ഞാൻ ഓരോന്ന് ചോദിച്ചു വരുമ്പോഴത്തേക്കും ഡിലേ ആവുന്ന പ്ലാൻസുകൾ കിട്ടാതെ പോകുന്നത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഇട്ട് കഴിയുമ്പോൾ ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ബിഗോണിയയ്ക്ക് കുറേ ചീത്ത എനിക്ക് കേട്ടു. കാരണം പേയ്മെൻറ്റ് ഇങ്ങനെ ഇട്ട് തന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യാതെ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പ്ലാൻസുകൾ മാറ്റി വെച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വഴക്കുകൾ കേട്ടു. അതൊന്നും പറയരുത്, അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. കാരണം ഓൺലൈൻ സെയിലാണല്ലോ. ആരാണ് ഫസ്റ്റ് തന്നെ അവർക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നവരാരാണോ അവർക്ക് കൊടുക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഒത്തിരി താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.